ജെറുസലേമിനടുത്ത് ഇസ്രായേൽ പ്രതിരോധ കേന്ദ്രത്തിൽ ശനിയാഴ്ച ഒരു സ്ഫോടനമുണ്ടായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെയാണ് സംഭവം പുറം ലോകം അറിയുന്നത്. ആകാശത്തേക്ക് ഉയർന്ന ഭീമാകാരമായ തീഗോളങ്ങൾ പ്രദേശവാസികളിൽ കടുത്ത പരിഭ്രാന്തി പരത്തി. ഇത് വെറുമൊരു അപകടമല്ല എന്നും പിന്നിൽ വല്ല അട്ടിമറി സാധ്യതയും ഉണ്ടോ എന്ന സംശയങ്ങളും ഉയർന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇസ്രായേൽ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള അതീവ സുപ്രധാനമായ പ്രതിരോധ കമ്പനിയായ തോമറിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു പരീക്ഷണ കേന്ദ്രത്തിനടുത്താണ് സ്ഫോടനം നടന്നത്. ഇസ്രായേലിന്റെ പ്രശസ്തമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ആവശ്യമായ റോക്കറ്റ് എഞ്ചിനുകളും പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങളും വികസിപ്പിക്കുന്നത് ബെയ്ത് ഷെമേഷിനടുത്തുള്ള ഈ പരീക്ഷണ കേന്ദ്രത്തിലാണ്. ഇസ്രായേലിന്റെ വ്യോമാതിർത്തിയെ ശത്രുക്കളുടെ ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്ന് സംരക്ഷിക്കുന്ന ആധുനിക പ്രതിരോധ കവചമായ ആരോ 3 ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ എഞ്ചിനുകൾ നിർമ്മിക്കുന്നതും ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ തന്ത്രപ്രധാനമായി ഈ സൈനിക കേന്ദ്രത്തിൽ ഉണ്ടായ സ്ഫോടനം ഇസ്രായേലിന്റെ മൊത്തത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളെ ബാധിക്കുന്ന ഒന്നാണ്. ഇത് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായി ഉണ്ടായ സ്ഫോടനമാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. സംഭവത്തിന് പിന്നാലെ കമ്പനി പുറത്തിറക്കിയ ഒരു പത്രക്കുറിപ്പിൽ ഇത് തങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു പരീക്ഷണമായിരുന്നുവെന്നും ഷെഡ്യൂൾ അനുസരിച്ചാണ് കാര്യങ്ങൾ നടന്നതെന്നും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ ഔദ്യോഗിക വിശദീകരണത്തിലെ അസ്വാഭാവികതകൾ ചൂണ്ടിക്കാട്ടി മുൻ CIA ഉദ്യോഗസ്ഥൻ ലാരി ജോൺസൺ രംഗത്തെത്തി. സാധാരണഗതിയിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഒരു പ്രതിരോധ കമ്പനിയും പുലർച്ചെ 12:30 ഇത്തരം വൻ സ്ഫോടനങ്ങൾ ഉൾപ്പെടുന്ന നിയന്ത്രിത പരീക്ഷണങ്ങൾ നടത്താറില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിയന്ത്രിത സ്ഫോടനമാണെങ്കിൽ ചുറ്റുമുള്ള ജനങ്ങൾക്കോ എമർജൻസി സർവീസുകൾക്കോ മുൻകൂട്ടി യാതൊരു സൂചനയും നൽകാതിരുന്നത് എന്തുകൊണ്ടാണെന്നും ലാരി ജോൺസൺ ചോദിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിലെ തീഗോളത്തിന്റെ വലിപ്പവും ആകാശത്തേക്ക് ഉയർന്ന പുകയും ഇതൊരു ആസൂത്രിത പരീക്ഷണത്തിന്റേതല്ല, മറിച്ച് വലിയൊരു അപകടത്തിന്റെയോ അട്ടിമറിയുടെയോ സൂചനയാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. 2021 സമാനമായ ഒരു വൻ സ്ഫോടനം ഈ കേന്ദ്രത്തിൽ ഉണ്ടാവുകയും അന്നും കമ്പനി ഇത് പരീക്ഷണമായിരുന്നു എന്ന് പറഞ്ഞ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നുവെന്ന് ദി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. വരാനിരിക്കുന്ന വലിയൊരു സൈനിക നീക്കത്തിന് മുന്നോടിയായി അതീവ സമ്മർദ്ദത്തിൽ ഇസ്രായേൽ പുതിയ ആയുധങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സംഭവിച്ച വലിയൊരു വീഴ്ചയാകാം ഇതെന്നാണ് ലാരി ജോൺസൺ വിലയിരുത്തുന്നത്. സ്ഫോടനം നടന്ന ഉടൻ തന്നെ പ്രദേശത്തേക്ക് എത്തിയ ഇസ്രായേലിലെ സിവിൽ എമർജൻസി വിഭാഗങ്ങളെയും ഫയർഫോഴ്സ് സംഘത്തെയും പ്ലാന്റിന്റെ പരിസരത്തേക്ക് പ്രവേശിക്കുന്നതിൽ നിന്നും അധികൃതർ തടഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണിതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ സ്ഫോടനത്തിൽ ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നത് മൂടിവെക്കാനാണ് ഈ നീക്കമെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് ഇസ്രായേൽ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ആരോ 3 മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ എഞ്ചിൻ നിർമ്മാണ യൂണിറ്റിന് സ്ഫോടനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് പ്രതിരോധ വിദഗ്ധർക്കിടയിലെ ആശങ്ക. ഇറാനിൽ നിന്നുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെ അന്തരീക്ഷത്തിന് പുറത്തുവെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ളതാണ് ആരോ 3. ഈ പ്ലാന്റിന് കാര്യമായ കേടുപാടുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേലിന്റെ മിസൈൽ ഉൽപാദനത്തെയും വരും ദിവസങ്ങളിലെ പ്രതിരോധ പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കും. ഇറാന്റെയോ അവരുടെ സഖ്യകക്ഷികളുടെയോ രഹസ്യ ഏജന്റുമാർ നടത്തിയ അട്ടിമറിയാണെന്ന സംശയവും നിലവിലുണ്ട്. ഇറാന്റെ നേരിട്ടുള്ള ഒരു മിസൈൽ ആക്രമണമല്ലെന്ന് വ്യക്തമാണെങ്കിലും ഒരു അട്ടിമറിയുടെ സാധ്യത പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല എന്ന് ലാരി ജോൺസൺ നിരീക്ഷിക്കുന്നു. ഏതൊരു സാഹചര്യത്തിലായാലും ഈ നിഗൂഢ സ്ഫോടനം മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഒരു വലിയ യുദ്ധം തൊട്ടരികെ എത്തി നിൽക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇസ്രായേൽ പുറത്തുവിടുന്ന ഉപഗ്രഹ ചിത്രങ്ങളിലൂടെയോ കൂടുതൽ ഔദ്യോഗിക വിവരങ്ങളിലൂടെയോ മാത്രമേ തോമർ ഫെസിലിറ്റിയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ പൂർണ്ണമായ വ്യക്തത ലഭിക്കുകയുള്ളൂ.